ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളോട് പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്ന് നമുക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. ഹൗസ് വാമിങ് ഉപ്പയുടെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് സിറ്റ് ഔട്ടായിരുന്നു. അവിടുന്ന് റെയിനിങ് ഹാളിൽ നിന്ന് നമ്മൾ ബെഡ്റൂമിലേക്കാണ് വന്നിട്ട്. ശരിക്കും നമുക്ക് മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് കഴിക്കണമെന്ന് കാണിക്കാനും പറ്റില്ല. ഫുഡൊക്കെ ഒരു സാധാരണ പോലെ ഒരു ഫുഡായതിൻ്റെ പേര് നമ്മൾ എടുത്തില്ല. അങ്ങനെ ബെഡ്റൂമിലേക്ക് വന്നു. ഇതാണ് ബെഡ്റൂം. പിന്നെ ഞാൻ അവിടെ കട്ടിൽ കാണിച്ചു കൊടുത്തവിടെ ഫോണൊക്കെ ചാർജ് ചെയ്യാനൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ 4 റൂമാണ് ഉള്ളത്. മുകളിൽ 2, താഴത്ത് 2. അപ്പം അടിയിൽ രണ്ടാമതായി നിന്നത് വേറെ റൂമാണ്. അങ്ങനെ ഇവിടുത്തെ ഈ കോണിയൊക്കെ ഒരു സാധാ മരമാണ്. പിന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് നല്ല സീനുണ്ട് കേട്ടോ. ഭയങ്കര വൈബാണ്. ഇതിപ്പോൾ റെഡിമെയ്ഡ് കോണിയുണ്ട്. അപ്പോഴത്തെ ഇതാണ് മുകളിലത്തെ റെയിനിങ് ഹാൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിവിടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തതാണ്. അപ്പം നല്ല രസമുള്ള ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് മുകളിലത്തെ ഒരു റൂം വരുന്നത്. ഇവിടെ അൾമാറി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നിടത്ത്. പിന്നെ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ റൂമിൽ. ഇവിടെ ഒരു സാധാരണ കട്ടിലാണ് കേട്ടോ ഈ റൂമിൽ വരുന്നത്. ഇതാണ് ബാത്റൂമിലേക്ക് പോകുന്ന സ്പേസ്. ബാത്റൂം നമ്മൾ കാണിച്ചിട്ടില്ല, സാധാ ബാത്റൂം ആയതുകൊണ്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബാൽക്കണിയിലെത്തി. ബാൽക്കണി വന്ന് കുറച്ച് റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാൽക്കണി പ്രത്യേക ഒരു വെറൈറ്റി മോഡൽ ബാൽക്കണിയാണ് കേട്ടോ. നല്ല ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇങ്ങനെയുള്ള ബാൽക്കണി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതുപോലെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. പുറത്തേക്ക് നല്ല സീനാണ്. പിന്നെ ഇവിടെ നല്ല ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ടൈലൊക്കെ ഇട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ കുറച്ച് ഫോളോ ആയിരുന്നു. 3-4ാമത്തെ വട്ടമൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ലിവിങ് റൂമിൽ പറഞ്ഞിട്ട് കുറച്ചൊരു കോളായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റീൽ ചെയ്യും കേട്ടോ. ഇത് കാണുമ്പോൾ അപായ എന്ന് വിചാരിക്കും. സാധാ അപായമല്ല കേട്ടോ, ഫ്രോക്കിട്ട് അടുപ്പിച്ചതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. പുറത്തുനിന്ന് കുറച്ച് റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര വെയിലായതിൻ്റെ പേരിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്തത് പെണ്ണപ്പുഴ ബാൽക്കണിയിൽ വന്ന് ചെയ്തത് ക്ലിയർ ആയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബാക്ക് ഭാഗത്ത് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അവിടെ ഭയങ്കര വൈബാണ് കേട്ടോ. പ്രത്യേകിച്ച് നൈറ്റിലും ഈവനിങ്ങിലൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ വന്നാൽ. അതുപോലെ ഇവിടെയുണ്ട് ഒട്ടിച്ചിരിക്കണ്. പിന്നെ ബാക്ക് ഭാഗത്ത് ഒരു വീട് കാണാം കേട്ടോ. അത് ആരുതാന്ന് അറിയത്തില്ലേ. റോസ് വൈറ്റ് പെയിൻ്റ് അടിച്ചൊരു വീട് കാണാം. ഭയങ്കര രസമാണ് കേട്ടോ. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടെ കിച്ചണ്. നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങോട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ